Good morning. Today we are going to discuss particle size distribution curves. Results of sieve analysis and sedimentation analysis are plotted to get a particle size distribution curve with percentage finer as ordinate and particle diameter as abscissa. The particle's diameter being plotted on logarithmic scale. Since size of particle is very large and it is very difficult to plot on normal scale, we can represent all particle sizes in just one graph. Sieve analysis നിന്നും sedimentation analysis ആയ hydrometer analysis നിന്നും നമുക്ക് കിട്ടിയ റിസൾട്ടുകളെ നമ്മൾ ഒരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. ഇവിടെ y ആക്സിസിൽ നമ്മൾ പെർസെന്റേജ് ഫൈനറും x ആക്സിസിൽ നമ്മൾ പാർട്ടിക്കിൾ ഡയമീറ്ററുമാണ് എടുക്കുന്നത്. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ two ways. That is, one is in increasing order of particle diameter and one is in decreasing order of particle diameter. നമുക്ക് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിനെ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഒന്നിലെ പാർട്ടിക്കിൾ സൈസ് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലും രണ്ടാമത്തേത് പാർട്ടിക്കിൾസ് ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിലുമാണ്. പാർട്ടിക്കിൾ ഡയമീറ്റർ നമ്മൾ സെമി ലോഗരിതമിക് ഗ്രാഫിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. Because range of particle size is very large. പാർട്ടിക്കിൾ സൈസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെയധികം വിശാലമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ സ്കെയിലിൽ അതിനെ പ്ലോട്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ ലോഗരിതമിക് സ്കെയിലിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് സൈസ് ഓഫ് പാർട്ടിക്കിൾസിനെ നമുക്ക് ഒറ്റ സിംഗിൾ ഗ്രാഫിൽ തന്നെ പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. Okay, soil sample is mainly of two types. Those are fine-grained soils and coarse-grained soils. Fine-grained soil having two portions, that is silt and clay, and also coarse-grained soils having two portions. Those are sand and gravel. So, by plotting particle diameter in logarithmic scale, we can plot these all particles in a single graph. We can study different type of particle size distribution curves. Those are well graded, poorly graded or uniformly graded, gap graded or skip graded. First one is well graded particle size distribution curve. It is shown in black ink. Well-graded particle size distribution curve. It is a flat S-curve. It represents good distribution of particles. That is, it contains almost all particles of different sizes in good proportion. Black ഇങ്കിലുള്ളതാണ് well-graded particle size distribution curve. ഇതൊരു flat S-curve ആണ്. ഇതിൽ പാർട്ടിക്കിൾസിന്റെ ഒരു നല്ല ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വ്യത്യസ്ത സൈസിലുള്ള എല്ലാ പാർട്ടിക്കിൾസും, അതായത് നമ്മുടെ പാർട്ടിക്കിൾ റേഞ്ചിലുള്ള എല്ലാ പാർട്ടിക്കിൾസും ഗുഡ് പ്രൊപ്പോർഷനിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് poorly graded or uniformly graded, which is shown as in red ink. It is a steep S-curve. It represents very short range of particles and contains almost same size of particles. It contains excess of certain particles and deficiency of others. ഇവിടെ ഒരു സ്റ്റീപ്പ് എസ് കർവ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ചെറിയൊരു റേഞ്ച് ഓഫ് സൈസ് ഓഫ് പാർട്ടിക്കിൾസിനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യുന്നതുള്ളൂ. അതുപോലെ തന്നെ ഉള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഏകദേശം യൂണിഫോം സൈസ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് വരുന്നത്. ചില പാർട്ടിക്കിൾസ് കൂടുതലായിരിക്കും, എന്നാൽ ചില പാർട്ടിക്കിൾസ് അവിടെ ഡെഫിഷ്യന്റ് ആണ്. ചില പാർട്ടിക്കിൾ സൈസ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. ഓക്കെ, that is poorly graded or
in later case we can say uniformly graded particle size distribution curves. In case of poorly graded or uniformly graded soils, we can look ഇവിടെ ഇത്രയും പോർഷൻ, അതായത് ഇത്രയും പാർട്ടിക്കിൾ സൈസ് നമുക്ക് മിസ്സിംഗ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള പാർട്ടിക്കിൾ സൈസും എന്താണ്, മിസ്സിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് gap graded or skip graded, in which it is a curve with a hump occurs, in which some intermediate particle sizes are missing. ഈ ഒരു കർവിൽ ഒരു ഹമ്പ് പോലെ കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഇന്റർമീഡിയറ്റ് ഉള്ള കുറച്ച് പാർട്ടിക്കിൾ സൈസസ് മിസ്സിംഗ് ആണ്. ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും പോർഷൻ, ഈ ഒരു റേഞ്ച് ഓഫ് പാർട്ടിക്കിൾ സൈസ് മിസ്സിംഗ് ആണ്. ഈ പാർട്ടിക്കിൾ സൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പെർസെന്റേജ് ഫൈൻഡ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫൈൻ ഗ്രേഡ് കർവ്സ് ആൻഡ് കോഴ്സ് ഗ്രേഡ് കർവ്സ്. A curve situated to left end is known as fine grained curves and a curve situated to right end is known as coarse grained curves. ഇവിടെ ഫിഗറിലെ poorly graded or uniformly graded curve ലെഫ്റ്റ് എൻഡിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലേ സിൽറ്റ് ഏരിയയിലാണ് പ്രധാനമായിട്ടും സിറ്റുവേറ്റ് ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫൈൻ ഗ്രേൻഡ് കർവ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഏതൊരു കർവും നമ്മുടെ റൈറ്റ് എൻഡിൽ അഥവാ സാൻഡ് ഗ്രാമൽ റീജിയനിലാണ് സിറ്റുവേറ്റ് ചെയ്ത് കിടക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, കോഴ്സ് ഗ്രേൻഡ് കർവ് എന്നും പറയുന്നു. നെക്സ്റ്റ് ഈസ് യൂസസ് ഓഫ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്സ്. ഫസ്റ്റ് വൺ ഈസ് gradation of soil to determine whether the soil sample is well graded, poorly graded or gap graded. Second one is whether the soil sample is fine grained or coarse grained. 50% പാർട്ടിക്കിൾ സൈസ് 75 മൈക്രോണിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ ഫൈൻ ഗ്രൈൻഡ് സോയിൽസ് എന്നും 75 മൈക്രോൺ ISCവിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ കോഴ്സ് ഗ്രൈൻഡ് സോയിൽസ് എന്നും പറയുന്നു. ഇവിടെ ഗ്രാഫിലെ ഈ ഒരു പോയിന്റിലാണ് 75 മൈക്രോൺ IS സൈസ് വരുന്നത്, അതായത് 0.075 mm. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്നും മാറി ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഗ്രാഫ് കിടക്കുന്നതെങ്കിൽ അതൊരു കോഴ്സ് ഗ്രൈൻഡ് സോയിൽ സാമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിന് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പോർഷനിലായിട്ടാണ് ഗ്രാഫ് കിടക്കുന്നതെങ്കിൽ അതൊരു ഫൈൻ ഗ്രൈൻഡ് സോയിൽ സാമ്പിൾ ആയിരിക്കും. Third use is in order to determine the type of soil based on the shape and position of the curve. നമുക്ക് ഏത് ടൈപ്പ് സോയിൽ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കർവിന്റെ ഷേപ്പും അതിന്റെ പൊസിഷനും നോക്കിയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ റെഡ് കളറിലുള്ള കർവ് ഒരു സിൽറ്റി ക്ലേ സോയിൽ സാമ്പിളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ റെഡ് കളറിലുള്ള കർവ് കിടക്കുന്നത് ക്ലേ റീജിയനിലും അതുപോലെ തന്നെ സിൽറ്റ് റീജിയനിലുമാണ്. അതുകൊണ്ട് അതിന്റെ നെയിം വരുന്നത് സിൽറ്റി ക്ലേ സോയിൽ സാമ്പിൾ എന്നാണ്. ഓക്കെ, ഇനി ഒരു കർവ് സാൻഡ് റീജിയനിലും ഗ്രാവൽ റീജിയനിലും മാത്രമായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, സാൻഡി ഗ്രാവൽ സോയിൽ സാമ്പിൾ ആണെന്ന് പറയാം. ഒരു കർവ് സാൻഡ് റീജിയനിൽ മാത്രമാണ് കിടക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, സാൻഡി സോയിൽ സാമ്പിൾ എന്നും പറയാം. ടു ക്ലാസിഫൈ സോയിൽ ഗ്രഡേഷൻ, whether it is poorly graded or well graded, we are having a term which is known as coefficient of uniformity, Cu. Cu is equal to d60 by d10, where d60 is the particle size such that 60% of soil finer than this size, and d10 is the particle size such that 10% of soil is finer than this size. D10 is otherwise known as effective size. സോയിലിന്റെ ഗ്രഡേഷനെ കുറിച്ച് പറയാൻ വേണ്ടി അഥവാ സോയിൽ പൂർലി ഗ്രേഡഡ് ആണോ അഥവാ വെൽ ഗ്രേഡഡ് ആണോ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടേം ഉണ്ട്. ആ ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി, വിച്ച് ഈസ് റെപ്രസെന്റഡ് ആസ് Cu. അതിനെ നമ്മൾ Cu എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
which is equal to d60 by d10. d60 എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ സൈസ് ആണ്. അവിടെ 60% സോയിൽ ഈ പാർട്ടിക്കിൾ സൈസിനേക്കാളും ചെറുതായിരിക്കും. അതുപോലെ d10 എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ സൈസ് ആണ്. അവിടെ 10% സോയിൽ ഈ പാർട്ടിക്കിൾ സൈസിനേക്കാളും ചെറുതായിരിക്കും. Okay, if Cu equal to 1, that is d60 by d10 equal to 1. അങ്ങനെ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഇവിടെ y ആക്സിസിൽ പെർസെന്റേജ് ഫൈനർ എടുത്തിട്ടുണ്ട്, x ആക്സിസിൽ പാർട്ടിക്കിൾ ഡയമീറ്റർ എടുത്തിട്ടുണ്ട്. നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ d60യും d10ഉം സെയിം പാർട്ടിക്കിൾ ആയിരിക്കും. ഈ ഒരു സാമ്പിൾ കൺസിസ്റ്റ് ചെയ്യുന്നത് യൂണിഫോം സൈസ് ഉള്ള അല്ലെങ്കിൽ സെയിം സൈസ് ഉള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോ Cu ലെസ് ദാൻ 2 ആണെങ്കിൽ നമുക്ക് അതിനെ യൂണിഫോം സോയിൽ ആണെന്ന് പറയാം. അതുപോലെ തന്നെ Cuവിന് ഗ്രേറ്റർ വാല്യൂസ് ആണെങ്കിൽ അതിന് മോർ റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് അഥവാ വ്യത്യസ്ത സൈസ് ഉള്ള പാർട്ടിക്കിൾസ് കാണപ്പെടുന്നുണ്ടെന്നും പറയാം. In general, we can say if Cu greater than or equal to 4, which is well-graded gravel, and if Cu greater than or equal to 6, which is well-graded sand. In case of gap-graded soil, Cu is greater than 6. Gap-graded soil in which some intermediate particle size are missing. അല്ലേ, gap-graded soil കുറച്ച് intermediate particle size missing ആണ്. Okay, we have already studied if Cu is greater than 4, which is well-graded gravel, and if Cu is greater than or equal to 6, it is well-graded sand. Okay, ഈ ഒരു കേസിൽ we have to define another coefficient, which is coefficient of curvature, because gap graded greater than 6 ആണ് വരുന്നത്. അല്ലേ, ഗ്രേറ്റർ ദാൻ 6 ആയാൽ അത് വെൽ ഗ്രേഡഡ് ആണെന്നുള്ളൊരു കണ്ടീഷനുമുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കോഎഫിഷ്യന്റ് കൂടെ ഡിഫൈൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്ലിയർ കട്ട് ക്ലാരിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ ദ നെക്സ്റ്റ് കോഎഫിഷ്യന്റ് we have to study is coefficient of curvature. Coefficient of curvature Cu is equal to d30 square divided by d10 into d60. Where d30 is the particle size such that 30% of soil is finer than this size. d30 എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ സൈസ് ആണ്. അവിടെ 30% സോയിൽ ഈ പാർട്ടിക്കിൾ സൈസിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചറിന്റെ വാല്യൂ 1നും 3നും ഇടയിലാണെങ്കിലാണ് അത് വെൽ ഗ്രേഡഡ് സോയിൽ ആയിരിക്കും. സോ വി ക്യാൻ സേ if Cu greater than or equal to 4 and coefficient of curvature is between 1 and 3, which is a well-graded gravel soil, and if Cu greater than or equal to 6 and Cc value is in between 1 and 3, which will be well-graded sand. So these are all about particle size distribution curves. Okay, thank you.